ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന പൈപ്പുകൾ കണ്ടില്ലേ, ഈ കാണുന്ന രണ്ട് പൈപ്പുകൾ രണ്ട് ബാത്റൂമിൻ്റെയാണ്. അതായത് നല്ല പഴക്കം ചെന്ന ഒരു രണ്ട് ബാത്റൂമുകളുടെ ലൈനാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ തലേ ദിവസം മഴയും പെയ്തു, അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് അടുത്ത ദിവസമാണ് വർക്ക് തുടങ്ങുന്നത്. ഇതൊരു 30 കൊല്ലം പഴക്കമുള്ള ഒരു പഴയ ഒരു കുഴിയാണ്. അതിൻ്റെ അകത്താണ് ഈ രണ്ട് ബാത്റൂമുകളും ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം ആ കുഴി എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. ഇതുവരെ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലാണ്ട് ഇങ്ങനെ കിടന്നിട്ട് പോലും ഫ്രീ ആയിട്ട് ഇറങ്ങിയിട്ട് പോലും ഒരു പ്രശ്നമില്ല. അതിന് ഡോർട്ടി ഇല്ല, എയർ കൊടുക്കാനുള്ള സംവിധാനം അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ ഒരു സ്മെൽ പ്രോബ്ലവും ഇല്ലാതെ കിടന്നതാണ്. അപ്പോൾ ഇതങ്ങ് ബ്ലോക്കായിപ്പോയി, അതായത് ഫുള്ളായിട്ട് അങ്ങ് ബ്ലോക്കായി. അതിന് നമ്മൾ പുതിയ ഒരു കുഴി തന്നെ ഇവിടെ ഒരു പുതിയ സെപ്റ്റിക് ടാങ്ക് തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, പാർട്ടി ചെയ്തിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്ക് ഫുള്ള് ചെയ്തു. ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് പുതിയ ലൈനുകൾ കൊണ്ടുപോകണം. അതായത് നമ്മളിത് കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ ഇത്രയും ഭാഗം മാന്തി ക്ലിയർ ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് ഇനി വേണം പുതിയ പൈപ്പ് ഇട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ഉപയോഗിക്കുന്ന സുപ്രീമിൻ്റെ പൈപ്പുകളാണ്, 4 ഇഞ്ച് പൈപ്പുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ എയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് തന്നെ 2 ബാത്റൂമിന് ഇവിടെ ഒരു ഡോർട്ടി ഇട്ടു, അവിടെ ഒരു പ്ലെയിൻ ടീ ഇട്ടു. അത് ഡോർട്ടിയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇടാമില്ല, അല്ലെങ്കിൽ ഒരു വൈകിട്ട് തിരിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ഒരു പ്ലെയിൻ ടീ ഇട്ടിട്ടാണ് അവിടെ തൊട്ട് മുകളിൽ തന്നെ ഒരു എയറും വെക്കുന്നത്. അത് കഴിഞ്ഞ് വൈക്ക് തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മളൊരു ടീ വെച്ചൊരു എൻഡിക്യാപ്പും വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ കുത്തണോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഇതിന് പഴയ പൈപ്പ് 3 ഇഞ്ച് പൈപ്പാണ്, കണ്ടില്ലേ. ഈ 3 ഇഞ്ച് പൈപ്പിന് ഒരു എൻഡിക്യാപ്പ് ഇട്ടു, അവിടെ ഒരു 4 ഇഞ്ചിനും എൻഡിക്യാപ്പ് ഇട്ടു. കാരണം പഴയ പൈപ്പാണ്, നമ്മളൊന്ന് അടച്ചു വെച്ചാണ്, ബ്ലോക്ക് ആണെങ്കിൽ പോലും നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡയറക്റ്റ് നേരെ നമ്മുടെ പുതിയ സെപ്റ്റിക് ടാങ്കിലോട്ട് നമ്മൾ നേരെ പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് കണ്ടില്ലേ, നേരെ ഇറക്കി സേഫാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ റിങ് ആണ്, നേരെ ഇറക്കി നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനിയും മണ്ണിട്ടൊന്ന് ക്ലിയർ ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ കണ്ട് അവിടെ ചെയ്യുന്നത് അതിനുള്ള എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടല്ലേ. ഇത് 2 ഇഞ്ച് എയറായിട്ടാണ് മാറുന്നത്. 2 ഇഞ്ച് എയർ തൊട്ട് മുകളിലായിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ കാണുന്നിടത്ത് നമ്മൾ 4 ഇഞ്ചിൻ്റെ തന്നെ ഒരു പകുതി ഒരു എയറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ വരുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മണ്ണിട്ട് ലെവൽ ചെയ്യണം, കണ്ടില്ലേ. നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം മാന്തിയോ അതിനനുസരിച്ച് തന്നെ മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൊല്ലമായിട്ടും പണ്ടത്തെ ഒരു കുഴി ഇതുവരെ നിറയാതിരുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന കുഴികളാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് പോലും ആയാൽ പോലും അത് പെട്ടെന്ന് നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പഴയതെല്ലാം മാറ്റി പുതിയതാക്കി നമ്മൾ സെറ്റ് ചെയ്ത് 2 എയറും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ 2 എയറും കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ തിരിവുണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്.